ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് MEDC. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ മോഡ്യൂൾ 2 ഒരു ടോപ്പിക്കാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് ഇറ്റ്സ് ROC. പാർട്ട് 1 ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം, അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോമായിട്ടുള്ള റിലേഷന്, ROCയുടെ സിഗ്നിഫിക്കൻസ് വിത്ത് എക്സാമ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോമായിട്ടുള്ള റിലേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് എക്സ് ഓഫ് ഒമേഗ ഈക്വൽസ് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ടി ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഇതാണ് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. അതിനകത്ത് ഡിഫറെൻറ്റ് നൊട്ടേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ എക്സ് ഓഫ് ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. ഇപ്പോൾ ചില ടെക്സ്റ്റിലാണെങ്കിൽ എക്സ് ഓഫ് ജെ ഒമേഗ, അതുപോലെ എക്സ് ഓഫ് ക്യാപിറ്റൽ ഒമേഗ, ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ യൂസ് ചെയ്ത എക്സ് ഓഫ് ഒമേഗ എന്നുള്ളതാണ്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ റിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ എക്സ് ഓഫ് ജെ ഒമേഗ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ഫോറിയർ ട്രാൻസ്ഫോമിന്. എക്സ് ഓഫ് ജെ ഒമേഗ that is equal to integral same equation -∞ to infinity xt e raised to minus j omega t dt. ഇപ്പോൾ ഈ എക്സ് ഓഫ് ഒമേഗ ആണെങ്കിലും എക്സ് ഓഫ് ജെ ഒമേഗ ആണെങ്കിലും ജസ്റ്റ് അത് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഡിഫറെൻറ്റ് നൊട്ടേഷൻസ് ആണ്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ റിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ എക്സ് ഓഫ് ഒമേഗയ്ക്ക് പകരം എക്സ് ഓഫ് ജെ ഒമേഗ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനിലേക്ക് പോവാം. സപ്പോസ് നമുക്കൊരു സിഗ്നൽ എക്സ് ഓഫ് ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോറിയർ ട്രാൻസ്ഫോം ഡിഫറെൻറ്റ് സിഗ്നൽസിൻ്റെ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ചില കേസിൽ ഫോറിയർ ട്രാൻസ്ഫോം ചില സിഗ്നൽസിൻ്റെ അത് എക്സിസ്റ്റ് ചെയ്യത്തില്ല, അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഇൻഫിനിറ്റ് ആയിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പം ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് സിഗ്നൽസിൻ്റെയും അതുപോലെ സിസ്റ്റത്തിൻ്റെയും അനാലിസിസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലാപ്ലാസ് ട്രാൻസ്ഫോം. അതിൽ ഈ എക്സ് ഓഫ് എസ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ എസ് ആണ് നമ്മൾ ലാപ്ലാസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ലാപ്ലാസ് ഓപ്പറേറ്റർ അത് രണ്ട് ടേംസ് ഉണ്ട്. അതിൽ എസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ, ഈ രണ്ട് ടേം ചേർന്നിട്ടാണ് നമ്മളുടെ ഈ എസ് കമ്പോണന്റ് വരുന്നത്, ഫ്രീക്വൻസി കമ്പോണന്റ് വരുന്നത്. അതിൽ സിഗ്മ കറസ്പോണ്ട്സ് ടു റിയൽ ടേം ആൻഡ് ഒമേഗ കറസ്പോണ്ട്സ് ടു ഇമാജിനറി ടേം. ഓക്കെ, ഇതാണ് ലാപ്ലാസ് ഓപ്പറേറ്റർ. അപ്പോൾ അത് നമ്മൾ എസ് പ്ലെയിൻ എന്ന് പറയുന്ന പ്ലെയിൻ ഉണ്ട്. അതിൽ നമുക്ക് ഏതൊരു വാല്യൂ ഇതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, ദിസ് ഈസ് റിയൽ, ദിസ് ഈസ് ഇമാജിനറി. പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് അതുപോലെ പോളാർ കോർഡിനേറ്റിൻ്റെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക. ഇതാണ് ഇനി എക്സ് ഓഫ് എസിൻ്റെ ഇക്വേഷൻ വരുന്നത്. എക്സ് ഓഫ് എസ് ഈക്വൽസ് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ടി, നമ്മളുടെ സിഗ്നൽ ഏതാണോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആ എക്സ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ. ഇപ്പോൾ ഏത് സിഗ്നലിൻ്റെ ആണോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ നമ്മൾ ഇ റൈസ് ടു മൈനസ് എസ് ടി ടേം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വി വിൽ ഇൻ്റഗ്രേറ്റ് ഫ്രം -∞ ടു ഇൻഫിനിറ്റി. അതുപോലെ സെക്കൻഡ് ഒരു ഇക്വേഷൻ ഉണ്ട്, പിന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ യൂണിലാറ്ററൽ ഇക്വേഷൻ എന്ന് പറയും. യൂണിലാറ്ററൽ ഇക്വേഷൻ എക്സ് ഓഫ് എസ് ഈക്വൽസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. പിന്നെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് എഴുതിയത് ബൈലാറ്ററൽ, അതിനകത്ത് ഇൻ്റഗ്രൽ വാല്യൂ -∞ ടു ഇൻഫിനിറ്റി വരും. യൂണിലാറ്ററൽ വരുമ്പോഴത്തേക്ക് 0 ടു ഇൻഫിനിറ്റി വരത്തുള്ളൂ. നമ്മൾ സർക്യൂട്ട്സിൻ്റെ കേസിൽ നമുക്കറിയാം സിഗ്നൽ അല്ലെങ്കിൽ ആ സർക്യൂട്ട്സ് ഓൺ ആവുന്നത് ടി ഗ്രേറ്റർ ദാൻ വാല്യൂസിൽ മാത്രമേ ഉള്ളൂ. ടി ലെസ് ദാൻ വാല്യൂസിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പം അങ്ങനത്തുള്ള കേസിൽ നമ്മൾ യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നമ്മളുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഈ എക്സ്പ്രഷനകത്ത് നമുക്കറിയാം എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. അപ്പോൾ ആ എസ്സിന് നമ്മൾ സിഗ്മ പ്ലസ് ജെ ഒമേഗ അതിൽ റിയൽ കമ്പോണൻറ്റ് നമ്മൾ 0 ആയിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവർ എസ് ബിക്കംസ് ജെ ഒമേഗ. അപ്പോൾ ഇതിനകത്ത് എസിന് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഈ ഇക്വേഷനിൽ we will substitute s is equal to j omega. So x of j omega equals integral minus infinity to infinity xt. s ന് നമ്മൾ j omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ e raised to minus j omega t dt എന്ന് വരും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എഴുതിയ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ നോക്കിക്കേ, അതുമായിട്ട് സെയിം തന്നെ വരുന്നത്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എക്സ് ടി ഇ റൈ ടി. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറയാം, ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ നമ്മൾ റിയൽ ടേം 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ആൻ ഇക്വേഷൻ ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം. അല്ലെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഈസ് എ സ്ലൈസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ റിലേഷൻ വരുന്നത്. ഇതിനകത്ത് റീജിയൻ ഓഫ് കൺവേർജൻസ് ഉണ്ട്. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ കേസിൽ അതിന്റെ വാല്യൂ ഫൈനൈറ്റ് വരണമായിരുന്നു. അതുപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസിലും റീജിയൻ ഓഫ് കൺവേർജൻസ് ഉണ്ട്. റീജിയൻ ഓഫ് കൺവേർജൻസ് മീൻസ് അണ്ടർ വാട്ട് കണ്ടീഷൻ ലാപ്ലാസ് ട്രാൻസ്ഫോം കൺവേർജസ്, അതിനാണ് നമ്മൾ റീജിയൻ ഓഫ് കൺവേർജൻസ് പറയുന്നത്. ഇപ്പം എക്സ് ഓഫ് ടി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പം എക്സ് ഓഫ് എസ് അവൈലബിൾ ആയിട്ടുള്ള റീജിയനെയാണ് വി കോൾ ഇറ്റ് ആസ് റീജിയൻ ഓഫ് കൺവേർജൻസ് ഓർ ആർ ഒ സി എന്ന് പറയും. റീജിയൻ ഓഫ് കൺവേർജൻസ്, റീജിയൻ ഓഫ് കൺവേർജൻസ്. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഈ വീഡിയോയിൽ ചെയ്യും. അപ്പം എക്സാമ്പിൾസ് വെച്ചിട്ട് റീജിയൻ ഓഫ് കൺവേർജൻസ് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽസ് യു ഓഫ് ടി. സ്റ്റെപ്പ് സിഗ്നലിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എഴുതുക. എക്സ് ഓഫ് എസ് ഈക്വൽസ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. എക്സ് ടിക്ക് നമ്മൾ യു ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ടി ബിക്കംസ് യു ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ് യു ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ ടി ഈക്വൽ ടു 0 തൊട്ട് ഗ്രേറ്റർ ദാൻ വാല്യൂസിൽ മാത്രമേ യു ഓഫ് ടി ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് ബിക്കംസ് 0 ടു ഇൻഫിനിറ്റി, ദറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. യു ഓഫ് ടി വാല്യൂ വിൽ ബി 1. സോ 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി നെക്സ്റ്റ് നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് എന്ന് വരും. എന്നിട്ട് അതിൻ്റെ ലിമിറ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. നമുക്കറിയാം ഇതിൻ്റെ കേസിൽ ഈ എസ് ടേം, എസ് മീൻസ് എന്താണ്, സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ് അല്ലേ. നമ്മളുടെ ലാപ്ലാസ് ഓപ്പറേറ്റർ എസ് മീൻസ് സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. ഈ എസ്സിന് ഞാൻ സിഗ്മ പ്ലസ് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് എസിന് പകരം സിഗ്മ പ്ലസ് ജെ ഒമേഗ ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് 0 ടു ഇൻഫിനിറ്റി. ദിസ് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇ റൈസ് ടു മൈനസ് സിഗ്മ ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഓൾ ഡിവൈഡ് ബൈ മൈനസ് എസ് ഇൻ 0 ടു ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ്, ദറ്റ് ഈസ് എക്സ് ഓഫ് എസ് ഈക്വൽസ്, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. 0യും ഇൻഫിനിറ്റി അപ്ലൈ ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. സോ ഈ ടിക്ക് നമ്മളിവിടെ ഇൻഫിനിറ്റി വരും. ഡിവൈഡ് ബൈ മൈനസ് എസ് ഉണ്ട്. സോ മൈനസ് 1 ബൈ എസ് ഇ റൈസ് ടു മൈനസ് സിഗ്മ ടിക്ക് ഇൻഫിനിറ്റി വരികയാണ്. ഇൻറ്റു അടുത്തത് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഇൻഫിനിറ്റി. നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പ്ലസ് ആവും. ഇനി ലോവർ ലിമിറ്റ് 0 അപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു 0 വരും, ഇവിടെ ഇ റൈസ് ടു 0 വരും, ഡിവൈഡ് ബൈ എസ് വരും. സോ 1 ബൈ എസ് എന്ന് വരും. ഓക്കെ, നമ്മളിവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്തു. ഇനി നെക്സ്റ്റ്, ഇതിനകത്ത് ഈ ഒരു ടേം ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ് വിൽ പ്രൊവൈഡ് പ്യുവർ ഓസിലേഷൻസ് ആണ്. പ്യുവർ
ഓസിലേഷൻ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ വരുന്ന രീതിയിൽ വന്നുകൊണ്ട് ദിസ് ടേം ബൈ ഓയിലേഴ്സ് ഇക്വേഷൻ ഇറ്റ് വിൽ കോസ് പ്യുവർ ഓസിലേഷൻ. ഇതുപോലത്തുള്ള ഓസിലേഷൻ ആയിരിക്കും ആ ഒരു ടേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തുള്ളത് ഇ റേസ്ഡ് മൈനസ് സിഗ്മ ഇൻഫിനിറ്റി എന്നുള്ള ടേം ആണ്. ഈ ഒരു ടേം ആണ് ഇതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് സിഗ്മ ടേം ഉണ്ട്. പിന്നെ ഈ ഇക്വേഷൻ്റെ ഒന്നും കൂടി ഇപ്പുറത്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് എസ് ഈക്വൽസ് പ്ലസ് 1/s. ഇത് പ്യുവർ ഓസിലേഷൻസ് ആണെന്ന് പറഞ്ഞു. ഇനി ഇതാണ് അതിൻ്റെ കൺവേർജൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് സിഗ്മ ടേം ഉണ്ട്. നമ്മൾ 2 കണ്ടീഷൻസ് എടുക്കും. ഫസ്റ്റ് കണ്ടീഷനിൽ ഈ സിഗ്മ ടേം സിഗ്മ ലെസ് ദാൻ 0 കണ്ടീഷൻ എടുക്കും. ദാറ്റ് ഈസ് സിഗ്മ വാല്യൂ നെഗറ്റീവ് വരുന്ന കേസിൽ. ഓക്കെ, സോ ദിസ് എക്സ് ഓഫ് എസ് ബിക്കംസ് എക്സ് ഓഫ് എസ് ഈക്വൽസ് മൈനസ് 1/s ഇ റേസ് ടു ഈ സിഗ്മ ടേം നെഗറ്റീവ് ആണ്. അപ്പോൾ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്. സിഗ്മ ടേം നെഗറ്റീവ് ആകുമ്പോഴത്തേക്ക് ദിസ് ബിക്കംസ് ഇ റേസ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ഇ റേസ് ടു ഇൻഫിനിറ്റി വരും. ബാക്കി സെയിം ആ, കാരണം ഇതിനകത്ത് മാത്രമേ സിഗ്മ ടേം ഉള്ളൂ. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻഫിനിറ്റി പ്ലസ് 1/s. അപ്പോൾ ഇത് ഓൾറെഡി നമുക്കറിയാം പ്യുവർ ഓസിലേഷൻസ് ആണ് ഇത് തരുന്നത്. ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇത് ഓസിലേഷൻസ് ആണ്. ഇപ്പോൾ ഈ ഇൻഫിനിറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ടേം ഇൻഫിനിറ്റി ആവും. അതിൻ്റെ കൂടെ 1/s ആഡ് ചെയ്താലും എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ എച്ച് ഓഫ് എസ് എന്ത് ചെയ്യത്തില്ല? നോട്ട് കൺവേർജസ്. അതിന് വാല്യൂ ഇല്ല. കൺവേർജസ്, നോട്ട് കൺവേർജസ്. ആ കണ്ടീഷൻ ഏതായിരുന്നു? സിഗ്മ വാല്യൂ ലെസ് ദാൻ 0. ഇനി നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ സിഗ്മ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 കൺസിഡർ ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മളുടെ ഈ എക്സ് ഓഫ് എസ് ഇക്വേഷൻ എക്സ് ഓഫ് എസ് ഈക്വൽസ് മൈനസ് 1/s ഗ്രേറ്റർ ദാൻ 0 മീൻസ് പോസിറ്റീവ് വരുന്ന കേസ്. സിഗ്മ വാല്യൂ പോസിറ്റീവ് വരുന്ന കേസ്. ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ ഇൻറ്റു നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് വരും. ഓക്കെ, ഇപ്പോൾ ഇ റേസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി, ബാക്കി സെയിം ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻഫിനിറ്റി പ്ലസ് 1/s എന്ന് വരും. ഇനി ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. ഇപ്പോഴത്തേക്ക് ഈ ഒരു ടേം 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മളുടെ എക്സ് ഓഫ് എസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ദിസ് 1/s എന്ന് കിട്ടും. ഓക്കെ, എക്സ് ഓഫ് എസ് ബിക്കംസ് 1/s. അപ്പോൾ അത് ഏത് കണ്ടീഷനിലാണ് ഈ എക്സ് ഓഫ് എസിന് ഒരു വാല്യൂ കിട്ടുന്നത്? ഈ സിഗ്മ വാല്യൂ ഗ്രേറ്റർ ദാൻ 0-നാണ് നമുക്ക് എക്സ് ഓഫ് എസിന് 1/s എന്നുള്ള കിട്ടുന്നത്. ഇപ്പം എസ് ഇസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്തായിട്ട് എഴുതാം? റിയൽ ടേം ഓഫ് എസ് എന്ന് എഴുതാം അല്ലേ? റിയൽ ടേം ഓഫ് എസ് അല്ലയോ ഈ സിഗ്മ എന്ന് പറയുന്നത്? സോ ഇറ്റ്സ് റീജിയൻ ഓഫ് കൺവേർജൻസ് വന്നത് നമുക്ക് കിട്ടിയത് സിഗ്മ ഗ്രേറ്റർ ദാൻ 0 ആയിരുന്നു. ഇൻ ടേംസ് ഓഫ് എസ് എഴുതുകയാണെങ്കിൽ റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇതാണ് അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് പറയുന്നത്. ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ഉള്ളൊരു സ്റ്റെപ്പ് സിഗ്നൽ വരുമ്പോഴത്തേക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ എക്സ് ഓഫ് എസ് ഈക്വൽ ടു 1/s ഫോർ ദ റേഞ്ച് റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 0. ഇതിനെയാണ് നമ്മൾ അതിനെ ROC എന്ന് പറയുന്നത്, കണ്ടീഷൻ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ദിസ് റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 0. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഈ 2 കണ്ടീഷനിൽ സിഗ്മ വാല്യൂ ലെസ് ദാൻ 0 അതിൻ്റെ കേസിൽ നമുക്ക് എക്സ് ഓഫ് എസിന് വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ സിഗ്മ ഗ്രേറ്റർ ദാൻ 0 കൺസിഡർ ചെയ്തപ്പോഴാണ് എന്ത് കിട്ടുന്നത്? എക്സ് ഓഫ് എസിന് ഒരു 1/s എന്നുള്ള വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ഉള്ള കേസിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് എഴുതണം? അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസും കൂടെ എഴുതണം. റീജിയൻ ഓഫ് കൺവേർജൻസ് എഴുതിയെങ്കിലേ നമുക്ക് പർട്ടിക്കുലർ സിഗ്നൽ ഏതാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ സിഗ്നൽസിൻ്റെ കേസിൽ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ, റൈറ്റ് സൈഡഡ് സിഗ്നൽ, ഡബിൾ സൈഡഡ് സിഗ്നൽ, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോന്നിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് അതിൻ്റെ ROC ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ഇറ്റ് വിൽ ബി u of t. ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി 1/s. അതിൻ്റെ കൂടെ നമ്മൾ ROCയും കൂടെ എഴുതണം. ROC റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 0. നമ്മളതിൻ്റെ പ്ലെയിൻ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്നത് ഇതാണ് നമ്മളുടെ റിയൽ ഓഫ് എസ് എന്ന് പറയുന്നത്. റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 0 വാല്യൂസിലായിരിക്കും അതിൻ്റെ ROC വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 സിഗ്നൽസിൻ്റെയും കൂടെ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യും.
ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടിൻ്റെയും എക്സ് ഓഫ് എസ് സെയിം ആയിട്ട് വരും. അപ്പം അതിനെ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽസ് ഇ റൈസ് ടു മൈനസ് 2t യു ഓഫ് ടി. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതും. എക്സ് ഓഫ് എസ് ഈക്വൽസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി നമ്മൾ എക്സ് ടി ആണ് ഇ റൈസ് ടു മൈനസ് 2t യു ഓഫ് ടി, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ടിക്ക് പകരം വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇ റൈസ് ടു മൈനസ് 2t യു ഓഫ് ടി, ദെൻ ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ നമുക്കറിയാം ടി ഗ്രേറ്റർ ദാൻ വാല്യൂസിന് മാത്രമേ ഉള്ളൂ, 0 തൊട്ട് ഗ്രേറ്റർ ദാൻ വാല്യൂസ്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ ബിക്കംസ് എന്താണ് 0 ടു ഇൻഫിനിറ്റി വരും. യു ഓഫ് ടിയുടെ വാല്യൂ 1 ആണ്. സോ ഇ റൈസ് ടു മൈനസ് 2t ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് വരും. നമ്മളിവിടെ ഇ റൈസ് ടു ടേം കോമൺ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനെ ഗ്രൂപ്പ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് പ്ലസ് ടു ടി ഡി ടി എന്ന് വരും. അപ്പം മൈനസ് ടി കോമൺ എടുത്തപ്പം ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എസ് പ്ലസ് ടു ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് പ്ലസ് ടു എന്ന് വരും. ലിമിറ്റ് ഇൻഫിനിറ്റി 0. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് എസ്സിന് ഞാൻ സിഗ്മ പ്ലസ് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എസ്സിന് പകരം സിഗ്മ പ്ലസ് ജെ ഒമേഗ പ്ലസ് 2t ഡിവൈഡഡ് ബൈ മൈനസ് എസ് പ്ലസ് ടു ലിമിറ്റ് ഇൻഫിനിറ്റി 0. ദിസ് ഈസ് ഈക്വൽ ടു, ഇതിന് ഞാൻ റിയൽ ടേമും ഇമാജിനറി ടേമും സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് സിഗ്മ പ്ലസ് 2t. ഇതും റിയൽ ടേമാണ്, 2ഉം റിയൽ ടേമാണ്. അത് രണ്ടും കൂടെ കോമൺ എടുത്ത് സോ സിഗ്മ പ്ലസ് 2t, പിന്നെ വരുന്നത് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഹോൾ ഡിവൈഡ് ബൈ മൈനസ് എസ് പ്ലസ് ടു 0 ടു ഇൻഫിനിറ്റി. ഇനി നേരത്തെ ചെയ്ത പോലെ നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ മൈനസ് ഉണ്ട്. സോ മൈനസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇ റൈസ് ടു മൈനസ് സിഗ്മ പ്ലസ് 2tക്ക് എന്ത് വരും, ഇൻഫിനിറ്റി വരും. അടുത്തത് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ മൈനസ് ഓൾറെഡി എടുത്തിട്ടുണ്ട് എസ് പ്ലസ് ടു. ഈ മൈനസും നമ്മളിവിടെ ഒരു മൈനസ് കൊണ്ട് എടുത്തില്ല, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പോൾ ഇവിടെ പ്ലസ് വരും. ഇനി ഇവിടെ 0 കൊടുക്കുകയാണ്. ഇ റൈസ് ടു 0 എന്ന് വെച്ചാൽ 1 വരും, ഈ ടേം 1 വരും, ഈ ടേം 1 വരും. സോ 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് ടു എന്ന് വരും. ഓക്കെ, അവർ എക്സ് ഓഫ് എസ് ബിക്കംസ് ഈ ഒരു ഫോമിൽ വരും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക്. പിന്നെ ഇത് ഞാൻ ഒന്നുകൂടി ഇപ്പുറത്ത് എഴുതുകയാണ്. എക്സ് ഓഫ് എസ് ഈക്വൽസ് പ്ലസ് 1 ബൈ എസ് പ്ലസ് ടു. ഇനി ഇതിൻ്റെ കേസിൽ ഈ ഒരു ടേം പ്യുവർ ഓസിലേഷൻസ് ആണ് വരുന്നത്. പ്യുവർ ഓസിലേഷൻസ് ഈ ടേം, അപ്പം ഈ ഒരു ടേമാണ് അതിനകത്ത് കൺവേർജൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സിഗ്മയുടെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് എടുക്കും. ഫസ്റ്റ് കണ്ടീഷൻ സിഗ്മ പ്ലസ് ടു റിയൽ ടേം, ദറ്റ് ഈസ് സിഗ്മ പ്ലസ് ടു ലെസ് ദാൻ 0 കണ്ടീഷൻ എടുത്തു. സിഗ്മ പ്ലസ് ടു ലെസ് ദാൻ 0, അതായത് ഒരു നെഗറ്റീവ് കണ്ടീഷൻ, നെഗറ്റീവ് നമ്പർ കണ്ടീഷൻ. സോ ദിസ് എക്സ് ഓഫ് എസ് ഈക്വൽസ് മൈനസ് ഓഫ്, ഇവിടെ നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നു, അപ്പോൾ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്, അപ്പം പോസിറ്റീവ് വരും. ഇ റൈസ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരും, ഇ റൈസ് ടു ഇൻഫിനിറ്റി. അടുത്ത ബാക്കി സെയിം തന്നെ, ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ടു പ്ലസ് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് ടു. നമ്മൾ ഇതിന് ഈ കണ്ടീഷൻ എടുത്തു, കാരണം ഇതാണ് കൺവേർജൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ അത് ലെസ് ദാൻ 0 നെഗറ്റീവ് വാല്യൂ എടുത്തു. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് ഓൾറെഡി നെഗറ്റീവ് പോസിറ്റീവ് ആവും. സോ ഇ റൈസ് ടു ഇൻഫിനിറ്റി വരും, ബാക്കി സെയിം ആണ്. ഇതിൻ്റെ വാല്യൂ ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദിസ് ഈസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഈ ഫുൾ ടേം എന്തായിട്ട് മാറും, ഇൻഫിനിറ്റ് ആയിട്ട് മാറും. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ടേം ആഡ് ചെയ്താൽ എന്തായിരിക്കും, ഇൻഫിനിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും, നോ കൺവേർജൻസ്. ഓക്കെ, നമ്മൾ ഇനി സെക്കൻഡ് കണ്ടീഷൻ എടുക്കും. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സിഗ്മ പ്ലസ് ടു
ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് വാല്യൂ വരുന്ന കേസ്. സിഗ്മ പ്ലസ് 2 പോസിറ്റീവ് വരുന്ന കേസ്. അപ്പോൾ പോസിറ്റീവ് വരുമ്പോഴത്തേക്ക് അവർ എക്സ് ഓഫ് എസ് ബിക്കംസ് എക്സ് ഓഫ് എസ് ഈക്വൽസ് മൈനസ് ഇ റൈസ് ടു, ഇത് പോസിറ്റീവ് വരുമ്പോഴത്തേക്ക് മൈനസ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് വരും. സോ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി, ബാക്കി സെയിമാ, ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 പ്ലസ് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 എന്ന് വരും. അതിൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയി പോകും. ഇൻ എഫക്റ്റ് ഒരു എക്സ് ഓഫ് എസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1 ബൈ എസ് പ്ലസ് 2 കിട്ടും. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻ എന്താ വന്നിരിക്കുന്നത്, സിഗ്മ പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 0. സിഗ്മ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം, റിയൽ ഓഫ് എസ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -2 എന്ന് വരും. ഇതാണ് അതിൻ്റെ ROC എന്ന് പറയുന്നത്. എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2, ഇറ്റ്സ് ROC വിൽ ബി റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -2. നമ്മളുടെ സിഗ്നൽ എന്തായിരുന്നു, ഇ റൈസ് ടു -2t u ഓഫ് ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ട്രാൻസ്ഫോം എഴുതുമ്പം എങ്ങനെ എഴുതണം, ഇറ്റ്സ് ട്രാൻസ്ഫോം ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ROCയും കൂടി എഴുതണം. ROC എന്ന് വെച്ചാൽ ഇതിൻ്റെ കേസിൽ റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -2 ആണ്. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. അതുകൊണ്ടാകുമ്പോഴത്തേക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മളുടെ ROCയുടെ സിഗ്നിഫിക്കൻസ് മനസ്സിലാവും. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ് ഓഫ് ടി ഈക്വൽസ് മൈനസ് ഇ റൈസ് ടു -2t u ഓഫ് -t. ഇതാണ് തേർഡ് പ്രോബ്ലം. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് എസ് ഈക്വൽസ്, ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്, ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇവിടെ എക്സ് ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ഇ റൈസ് ടു -2t യു ഓഫ് -t ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു -2t യു ഓഫ് -t, പിന്നെ ഇ റൈസ് ടു -st ഡി ടി. ഇവിടെ സിഗ്നൽ യു ഓഫ് -t ആണ്. യു ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടി ഈക്വൽ ടു 0 ഗ്രേറ്റർ ദാൻ വാല്യൂസ് ആണ് യു ഓഫ് ടി എന്ന് പറയുന്നത്. ഇപ്പോൾ യു ഓഫ് -t എന്ന് പറയുമ്പോഴത്തേക്ക് ടി ഈക്വൽ ടു അതിൻ്റെ റിവേഴ്സ് ആണ്. ഇപ്പോൾ -ഇൻഫിനിറ്റി ടു 0 വരെ ആയിരിക്കും അതിൻ്റെ വാല്യൂസ് വരുന്നത്. യു ഓഫ് -t അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആയിരിക്കും. അപ്പോൾ അതോടെ അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ യു ഓഫ് -tൻ്റെ ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു 0 ആണ്. സോ -ഇൻഫിനിറ്റി ടു 0 ഇ റൈസ് ടു -2t യു ഓഫ് ടിൻ്റെ വാല്യൂ 1 ആണ് ഇൻറ്റു ഇ റൈസ് ടു -st ഡി ടി. ഓക്കെ, ഇനി നമ്മളിവിടെ കമ്പൈൻ ചെയ്യാണ്. ദാറ്റ് ഈസ് മൈനസ് ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു 0 ഇ റൈസ് ടു -s+2t ഡി ടി. ഇവിടെ കമ്പൈൻ ചെയ്ത് ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മൈനസും മൈനസ് ഇ റൈസ് ടു -s+2 ഡിവൈഡഡ് ബൈ -s+2 വരും. അപ്പോൾ ഈ മൈനസും ക്യാൻസൽ ചെയ്ത് പോകും. ലിമിറ്റ് -ഇൻഫിനിറ്റി ടു 0. നമ്മൾ ഈ എസിന് സിഗ്മ പ്ലസ് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സിഗ്മ പ്ലസ് ജെ ഒമേഗ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് സിഗ്മ പ്ലസ് ജെ ഒമേഗ പ്ലസ് 2t ഡിവൈഡഡ് ബൈ s+2 ലിമിറ്റ് ഫ്രം -ഇൻഫിനിറ്റി ടു 0. ഇനി ഇതിനകത്ത് റിയൽ ടേം കമ്പൈൻ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ടേമും ഈ കോൺസ്റ്റന്റ് റിയൽ ടേംസ്. സോ ഇ റൈസ് ടു മൈനസ് സിഗ്മ പ്ലസ് 2t ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡിവൈഡഡ് ബൈ s+2 ലിമിറ്റ് ഫ്രം 0 ടു -ഇൻഫിനിറ്റി. ഇവിടെ ദാണ്ട് ഈ സിഗ്മയും +2ഉം കമ്പൈൻ ചെയ്തു ഇമാജിനറി ടേം ഇ റൈസ് മൈനസ് ജെ ഒമേഗ ടി എന്ന് എഴുതി. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കുകയാണ്. ഇവിടെ അപ്പർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ ഇ റൈസ് ടു 0 വരും, 1 വരും. ഇവിടെ ഇ റൈസ് ടു 0 1 വരും. സോ 1 ഡിവൈഡ് ബൈ s+2 എന്ന് വരും. മൈനസ് നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. ലോവർ ലിമിറ്റ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ ഇ റൈസ് ടു
മൈനസ് ഓഫ് സിഗ്മ പ്ലസ് 2 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി വരും ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് കൊടുക്കുമ്പോഴത്തേക്ക് ജെ ഒമേഗ ഇൻഫിനിറ്റി വരും. ഓക്കെ, നെഗറ്റീവ് ഇവിടെ മൈനസ് ഇൻഫിനിറ്റി നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കുന്നത് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 വരും. ഓക്കെ, ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോഴത്തേക്ക് ഈ ടേം ഇ റൈസ് ടു 0 1 ആണ്, ഇത് ഇ റൈസ് ടു 0 1 ആണ്. സോ 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 മൈനസ് ലോവർ ലിമിറ്റ് ഇവിടെ ടിക്ക് മൈനസ് ഇൻഫിനിറ്റി, ഇവിടെ ടിക്ക് മൈനസ് ഇൻഫിനിറ്റി. ഇപ്പോൾ ഓൾറെഡി മൈനസ് ഉണ്ടായത് അതും പോസിറ്റീവ് ആവും, ഇവിടെയും പോസിറ്റീവ് ആവും. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടും അവർ എക്സ് ഓഫ് എസ്. ഈ എക്സ്പ്രഷൻ ഞാൻ ഒന്നുകൂടെ എടുത്ത് ഇപ്പുറത്ത് എഴുതുകയാണ്. എക്സ് ഓഫ് എസ് ഈക്വൽസ് 1 ബൈ എസ് പ്ലസ് 2 മൈനസ് ഇ റൈസ് ടു സിഗ്മ പ്ലസ് 2 ഇൻഫിനിറ്റി ഇ റൈസ് ടു ജെ ഒമേഗ ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ എസ് പ്ലസ് 2. ഇതിൻ്റെ കേസിൽ ഈ ഒരു ടേം പ്യുവർ ഓസിലേറ്ററി ആണ്. അപ്പോൾ അതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സിഗ്മ പ്ലസ് 2 ടേം ആയിരിക്കും ആ കൺവേർജൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ കണ്ടീഷൻസ് എടുക്കും. ദാറ്റ് ഈസ് സിഗ്മ പ്ലസ് 2 ഫസ്റ്റ് കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ 0 എടുത്തു. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഇതാണ് കൺവേർജൻസ് വരുന്നത്. അപ്പം സിഗ്മ പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 0 എടുത്തു. സോ അവർ എക്സ് ഓഫ് എസ് ഈക്വൽസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 മൈനസ് ഇത് ഗ്രേറ്റർ ദാൻ 0 മീൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് പോസിറ്റീവ് വരുമ്പോഴത്തേക്ക് ഇ റൈസ് ടു എന്ത് വരും, ഇൻഫിനിറ്റി വരും. ഇ റൈസ് ടു ഇൻഫിനിറ്റി, ഈ ടേം സെയിം തന്നെ ഇ റൈസ് ടു ജെ ഒമേഗ ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 എന്ന് വരും. നമുക്കറിയാം ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു ഇൻഫിനിറ്റിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ടേം ഇൻഫിനിറ്റി ആവും. അപ്പോൾ ഈ ടേമിൽ നിന്ന് ഇൻഫിനിറ്റി കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ എന്തായിരിക്കും, എക്സ് ഓഫ് എസ് നോ കൺവേർജൻസ്. ഇത് ഇൻഫിനിറ്റി ആകുമ്പോഴത്തേക്ക് ഈ ടേം ഫുൾ ഇൻഫിനിറ്റി ആവും. അപ്പോൾ ഇതിന്ന് ഇൻഫിനിറ്റി കുറയ്ക്കാന്ന് വെച്ചാൽ ഇൻഫിനിറ്റി തന്നെ വരും. അപ്പോൾ നോ കൺവേർജൻസ് വരും. നമ്മളിനി സെക്കൻഡ് കണ്ടീഷൻ എടുക്കും, സിഗ്മ പ്ലസ് 2 ലെസ് ദാൻ 0, അതായത് നെഗറ്റീവ് വരുന്ന കേസ്. ഇതിനകത്ത് നെഗറ്റീവ് വരുന്ന കേസ് അപ്ലൈ ചെയ്യാണ്. എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 മൈനസ് ഇത് നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് എന്ത് വരും, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. ഓക്കെ, ദിസ് ഈസ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. ബാക്കി സെയിം തന്നെ ഇ റൈസ് ടു ജെ ഒമേഗ ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ എസ് പ്ലസ് 2. ഇതിൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിന്റെ വാല്യൂ എന്താണ്, 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേം എന്തായിട്ട് മാറും, ദിസ് ടേം ബിക്കംസ് 0 ആവും. സോ അവർ എക്സ് ഓഫ് എസ് ഈക്വൽ ടു എന്ത് വരും, 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 എന്ന് വരും. അപ്പം അതിനകത്ത് കൺവേർജൻസ് കണ്ടീഷൻ എന്താ വരുന്നത്, സിഗ്മ പ്ലസ് 2 ലെസ് ദാൻ 0. സിഗ്മ ഇൻ ടേംസ് ഓഫ് എഴുതുകയാണെങ്കിൽ റിയൽ ഓഫ് എസ് ആണ്. സോ റിയൽ ഓഫ് എസ് പ്ലസ് 2 ലെസ് ദാൻ 0, ദാറ്റ് ഈസ് റിയൽ ഓഫ് എസ് ലെസ് ദാൻ -2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് പ്രോബ്ലത്തിന്റെ എക്സ് ഓഫ് എസ് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2, അതിന്റെ ROC റിയൽ ഓഫ് എസ് ലെസ് ദാൻ -2. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ചെയ്ത രണ്ട് സെക്കൻഡ് പ്രോബ്ലവും തേർഡ് പ്രോബ്ലവും നോക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു -2t യു ഓഫ് ടി ആണ്. അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി, 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 കിട്ടി. സെക്കൻഡ് കേസിൽ നമ്മൾ വേറൊരു എക്സ് ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ത് കിട്ടി, എസ് പ്ലസ് 2 കിട്ടി. അപ്പം ഞാൻ ഇവിടെ നിന്ന് എഴുതുകയാണ്, നമ്മളുടെ ഫസ്റ്റ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു -2t യു ഓഫ് ടി ആയിരുന്നു നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്തത് സെക്കൻഡ് പ്രോബ്ലത്തിനകത്ത്. അതിൻ്റെ നമുക്ക് എക്സ് ഓഫ് എസ് കിട്ടിയത് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 ആയിരുന്നു. അതുപോലെ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റിനകത്ത് അതിൻ്റെ എക്സ് ഓഫ് ടി എന്ന് വെച്ചാൽ ഈ ഫോം ആയിരുന്നു, ദാറ്റ് ഈസ് മൈനസ് ഇ റൈസ് ടു -2t യു ഓഫ് -t. അതും നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തപ്പോഴത്തേക്ക് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് സിഗ്നൽസിന് സെയിം എന്ത് വന്ന് ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് വന്ന്. അപ്പോൾ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് നമ്മൾ ഈ ROC വെച്ചിട്ടാണ്. ആദ്യത്തെ കേസിൽ നമുക്ക് വന്നത് ROC ഗ്രേറ്റർ ദാൻ -2 ആയിരുന്നു. ഓക്കെ, ഇതിൻ്റെ കേസിൽ ROCയും കൂടെ എഴുതണം. നമ്മൾ എപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം സിഗ്നൽസിൻ്റെ എഴുതുകയാണെങ്കിൽ ROCയും കൂടെ എഴുതണം. അതിൻ്റെ കേസിൽ ROC വാല്യൂ എന്തായിരുന്നു, റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -2 ആയിരുന്നു. സെക്കൻഡ് കേസിൽ റിയൽ ഓഫ് എസ് ലെസ് ദാൻ -2 ആയിരുന്നു.
ഓക്കെ, ഇതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പം ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് S+2 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതാണോ അതോ ഇതാണോ എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? അതിന്റെ ഈ R(C) വെച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഇതാണ് ആ റീജിയൻ ഓഫ് കൺവേർജൻസിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. അപ്പൊ നമ്മൾ എവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതിയാലും അതിന്റെ കൂട്ടത്തിൽ റീജിയൻ ഓഫ് കൺവേർജൻസ് ROC കൂടെ മെൻഷൻ ചെയ്യണം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ROCയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതാകുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അതായത് സിഗ്നൽസിനകത്താണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് ഉണ്ട്. ഇപ്പം ലെഫ്റ്റ് സൈഡ് സിഗ്നൽ എന്ന് പറഞ്ഞുകൊണ്ട് T=0ന്റെ ലെഫ്റ്റ് സൈഡിലോട്ടൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നല്, T=0ന്റെ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന റൈറ്റ് സൈഡ് സിഗ്നല്, അതുപോലെ രണ്ട് സൈഡിലുള്ള ഡബിൾ സൈഡ് സിഗ്നല്, അങ്ങനെ ഡിഫറെന്റ് രീതിയിൽ സിഗ്നൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഒരു സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇതൊരു റൈറ്റ് സൈഡ് സിഗ്നൽ എക്സാമ്പിൾ ആണ്. ഓക്കെ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റൈറ്റ് സൈഡഡ് സിഗ്നൽ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. ഓക്കെ, അങ്ങനെ അപ്പം അതിന് റൈറ്റ് സൈഡഡ് ആണോ ലെഫ്റ്റ് സൈഡഡ് ആണോ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് അതിന്റെ ROC വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെയും റിലേഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരു സിഗ്നലിന്റെ കേസിൽ അതിന്റെ ROCയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഇപ്പം നമ്മളിവിടെ രണ്ട് ടൈപ്പ് സിഗ്നൽ എടുത്തിട്ട് അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്തപ്പം സെയിം ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് കിട്ടിയത്, 1/S+2. പക്ഷെ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് ഈ റീജിയൻ ഓഫ് കൺവേർജൻസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ROCയുടെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ROCയുടെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. BTech MEDC.